എല്ലാവർക്കും നമസ്കാരം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചു പോകുവാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം നമ്മൾക്ക് തരേണ്ടതാണ്. നമ്മൾ എത്ര വിചാരിച്ചാലും, എത്ര പുസ്തകജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാലും, ദൈവിക ജ്ഞാനം ദൈവം തരണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഈ ദൈവിക ജ്ഞാനം നമ്മൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്നും നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മൾക്ക് ഔദാര്യമായിട്ട് തരുന്ന ഒരു അനുഗ്രഹമാണ് ദൈവിക ജ്ഞാനം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ജ്ഞാനത്തിൻ്റെ കുറവാണ്, അല്ലേ? എന്ന് വെച്ചാൽ ഒരാൾ ഒരു വിഷയം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കും. അത് വേണ്ടുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതിനെ വളച്ചൊടിച്ച് അത് തങ്ങളുടേതായ രീതിയിലോട്ട് മാറ്റുമ്പോഴാണ് പല വിഷയങ്ങളും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വർഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ്? നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു വിഭാഗം ആൾക്കാർ, എന്ന് വെച്ചാൽ അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനായിട്ട് പറ്റാതെ വരുമ്പോൾ അവർ അവരുടേതായ വേർഷനിൽ അതിനെ എന്ത് ചെയ്യും? അതിനെ വളച്ചൊടിക്കും. അപ്പോൾ അത് എന്തായി തീരും? അത് വലിയ വിഷയങ്ങൾക്ക്, അല്ലെങ്കിൽ കലഹങ്ങൾക്ക്, അല്ലെങ്കിൽ വർഗീയമായ വിദ്വേഷങ്ങൾക്കൊക്കെ അത് ഇടവരുത്തും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ അവസരത്തിൽ എന്താണ്? നമ്മൾക്ക് ദൈവികമായൊരു ജ്ഞാനം ആവശ്യമാണല്ലേ? എന്തുകൊണ്ടാണ് ദൈവിക ജ്ഞാനം ആവശ്യമാകുന്നത്? ദൈവിക ജ്ഞാനം ആവശ്യമാകുന്നത് ഒരു വ്യക്തി പറയുന്നത്, അതിന് നമ്മുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ളവരാകട്ടെ, നമ്മളുടെ ഓഫീസിലുള്ളവരാകട്ടെ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആകട്ടെ, ഇവർ പറയുന്നതൊക്കെ നമ്മൾക്ക് ഗ്രഹിക്കണം. അപ്പോൾ നമ്മൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് നമ്മൾക്ക് മനസ്സിലാകാതെ വരുന്നിടത്തോളം കാലം നമ്മൾ വെറും അജ്ഞാനികളായിട്ട് അല്ലെങ്കിൽ അജ്ഞരായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ, നമ്മൾക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ആത്മീയമായിട്ട് മുന്നേറണമെങ്കിൽ എന്ത് ആവശ്യമാണ്? ദൈവികമായ ജ്ഞാനം നമ്മൾക്ക് ആവശ്യമാണ്. ഇനി ദൈവിക ജ്ഞാനം ദൈവം നമ്മൾക്ക് തരിക തന്നെ വേണം. നമ്മൾക്കറിയാം, ചില കുട്ടികളെ ഒക്കെ ഉണ്ടല്ലേ, നമ്മൾ എത്ര പഠിപ്പിച്ചാലും അവർക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് എത്ര അവരുടെ മനസ്സിലോട്ട് നമ്മൾ ആഴത്തിൽ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് എന്താകത്തില്ല? അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യുന്നത്? നമ്മളില്ലാത്ത ട്യൂഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷേ ഇവർക്ക് എന്താണ്? അവർക്ക് എത്രയാണെങ്കിലും മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നില്ല. അവരുടെ ബുദ്ധിയിലോട്ട് അതൊന്നും കയറുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമുള്ളത്, ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാലൊന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും അവിടുത്തെ ജ്ഞാനാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓർക്കുക, ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് അങ്ങയുടെ ഈ ജനത്തെ നയിക്കുവാൻ ആവശ്യമായ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഭയങ്കരമായ ജ്ഞാനം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ശലോമോൻ രാജാവിനെ കഴിഞ്ഞും ജ്ഞാനിയായ ഒരാൾ വേറെ ഇല്ല, എന്ന് വെച്ചാൽ അന്നുമില്ല ഇന്നുമില്ല എന്ന് തന്നെയാണ് വിശുദ്ധ വചനം അവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ ജ്ഞാനത്തിന് അപ്പുറമായിട്ട് ഒരു ജ്ഞാനം ഇല്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ ദൈവിക ജ്ഞാനം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമാകും, അല്ലെങ്കിൽ എത്ര ശ്രേഷ്ഠകരമാകും നമ്മളുടെ ജീവിതമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കുറേ പുസ്തകജ്ഞാനം വേണം. നമ്മൾ എത്രയും നമ്മൾക്ക് ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഏതൊക്കെ വിധത്തിൽ സമ്പാദിക്കാൻ പറ്റുമോ അതിനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ കുട്ടികളെ ആണെങ്കിൽ അവരെ നമ്മൾക്ക് മാക്സിമം പഠിപ്പിക്കാൻ പറ്റിയതിൻ്റെ മാക്സിമം ലെവലിൽ നമ്മൾ പഠിപ്പിക്കണം. നമ്മളുടെ കാര്യത്തിലാണെങ്കിലും മാക്സിമം പഠിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ ഇതിലൊക്കെ അപ്പുറമായിട്ട് നമ്മൾ ദൈവത്തോട് യാചിക്കണം, ദൈവമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ, കുടുംബത്തിൽ
കുടുംബത്തിലുള്ളവരെയൊക്കെ അവിടുത്തെ ജ്ഞാനാത്മാവിനാൽ ഒന്ന് നിറയ്ക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അത് നമ്മൾക്ക് തരും. ആ ഒരു ജ്ഞാനാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു ജീവിതമാണ് എന്നും വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നും വിശുദ്ധ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനം നമ്മൾക്ക് ദൈവിക ജ്ഞാനം വരണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പടി എന്താണ്? യഹോവ ഭക്തി, അല്ലെ? ദൈവത്തിലുള്ള ഭക്തി നമ്മൾക്കുണ്ടാകണം. ദൈവത്തിലുള്ള ഭക്തി നമ്മൾക്കുണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് എന്ത് യാചിക്കേണ്ടത്? ദൈവിക ജ്ഞാനം ചോദിക്കേണ്ടത്, അല്ലേ? അല്ലാതെ ചുമ്മാ ദൈവത്തോട് ചോദിച്ചിട്ട് കിട്ടുമോ? ഇല്ല. ഒന്നാമത് യഹോവ ഭക്തി ഉണ്ടാകണം. ആ ഭക്തി നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ തന്നെ എന്താണ്? അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ യഹോവ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ പിന്നെ അടുത്തത് എന്താണ്? ദൈവിക ജ്ഞാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കും. കാരണം ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ദൈവിക ജ്ഞാനമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഈ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് ദൈവം ഒരുപാട്, പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും ഒരുപാട് തവണ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ദൈവം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ജ്ഞാനാത്മാവിനാൽ നമ്മളെ നിറയ്ക്കും. നമ്മളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ലെവലിലേക്ക് നമ്മൾക്ക് കടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.